രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഈ ആദ്യത്തെ 2 പരാതികൾ വന്നപ്പോഴും കാണാമറയത്തേക്ക് പോയ കാഴ്ച നമ്മൾ കണ്ടതാണ്. എവിടെയെന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയാതിരുന്നു. അപ്പോഴാണ് കോടതിയിലെത്തുന്നു. നൽകിയ പരാതിയും മൊഴിയും ഒക്കെ അവിടെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്നു. രാഹുലിന് അറസ്റ്റ് തടയുന്നു, മുൻകൂർ ജാമ്യം നൽകുന്നു, അങ്ങനെയുള്ള നടപടികളൊക്കെ വരുന്നു. മൂന്നാമതൊരു പരാതി വന്നിരിക്കുന്നു. ഈ പരാതി പുറം ലോകം അറിയുന്നതിന് മുൻപ് തന്നെ ബലാത്സംഗ കേസിലെ പ്രതിയായിട്ടുള്ള ഒരാളെ അല്ലെങ്കിൽ പരാതി കിട്ടിയിട്ടുള്ള ഒരാളെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഇത് രാഹുൽ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയല്ലേ? അല്ലെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ മുൻപുണ്ടായ പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം ഒളിവിടത്തിലേക്ക് പോകുമായിരുന്നില്ലേ? ഏറ്റവും നിർണായകമായ നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാരണം ഇത് സംബന്ധിച്ച് ആദ്യ പരാതി ഉണ്ടാകുമ്പോൾ ആദ്യ പരാതി മുഖ്യമന്ത്രിക്ക് ലഭിച്ച ശേഷം ആ പരാതിയിൽ കേസ് ഉണ്ടാകുന്നു. കേസ് ഉണ്ടായ ശേഷം പിന്നീട് രാഹുൽ കാണാമറയത്താണ്. ആ കേസിന്റെ ജാമ്യം കോടതി പരിഗണിക്കുന്ന സമയത്താണ് രണ്ടാമത്തെ കേസ് വരുന്നത്. ആ കേസ് വരുന്ന സമയത്ത് രാഹുൽ എവിടെ എന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു കേരള പോലീസ്. രാഹുലിനെ കണ്ടെത്താൻ കഴിയാത്തത് കേരള പോലീസിനെ സംബന്ധിച്ച് വലിയ നാണക്കേടായി മാറുകയും ചെയ്തു. എവിടെയാണ് രാഹുൽ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും കേരള പോലീസിന് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. എവിടെ, കേരളത്തിന് പുറത്താണോ അകത്താണോ എന്ന കാര്യത്തിൽ പോലും വ്യക്തത ഉണ്ടായില്ല. പല സ്ഥലങ്ങളുടെ പേര് പറഞ്ഞുവെങ്കിലും രാഹുലിനെ കണ്ടെത്താൻ കഴിയാത്തത് വലിയ പ്രശ്നമായി തന്നെ നിലനിന്നു. അതിനുശേഷമാണ് രാഹുലിന്റെ കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള നടപടി ഉണ്ടാകുന്നത്. ആദ്യ കേസിൽ. രണ്ടാം കേസിൽ രാഹുലിന് ജാമ്യം ലഭിക്കുന്ന അവസ്ഥയും ഉണ്ടായി. അതിനുശേഷമാണ് പാലക്കാട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി രാഹുൽ എത്തുന്നത്. വോട്ട് രേഖപ്പെടുത്തി രാഹുൽ മടങ്ങുകയും അവിടെ നിന്നും ഒരു ചായക്കടയിലേക്ക് എത്തിയുള്ള രംഗം അവിടെ നിന്ന് ഗൂഗിൾ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ രാഹുൽ ഇരുന്ന് പോവുകയും ചെയ്തു. അത് പോലീസിനെ സംബന്ധിച്ച് വലിയ പ്രശ്നം സൃഷ്ടിച്ച ഒരു വിഷയം തന്നെയാണ്. അതിനാൽ തന്നെയാണ് ഇനിയൊരു പരാതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു വീഴ്ച ഉണ്ടാകരുതേ എന്ന ഒരു ജാഗ്രത പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോഴെന്തായാലും ഈ പുതിയ പരാതി, ഇങ്ങനൊരു പരാതി ഉണ്ടോ, പരാതി വരുന്ന കാര്യം പോലും രാഹുൽ അറിയുന്നതിന് മുൻപ് തന്നെ രാഹുലിന്റെ അറസ്റ്റ് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കസ്റ്റഡിയാണ് എന്ന് ആദ്യഘട്ടത്തിൽ അറിയിച്ചുവെങ്കിലും പിന്നീട് അറസ്റ്റാണ് എന്നുള്ള കാര്യമാണ് രാഹുലിനോട് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അവിടെ രാഹുലിന്റെ സ്റ്റാഫ് അടക്കം അവിടെ നിന്നും പുറപ്പെട്ട ശേഷമാണ് ഈ TKM ഹോട്ടലിൽ നിന്നും രാഹുലിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ആദ്യ കേസിൽ രാഹുലിന് മാറി നിൽക്കാൻ ഒരു അവസരം ഉണ്ടായിയെങ്കിൽ ഈ കേസിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള ഒരു ജാഗ്രത പോലീസ് പാലിച്ചിരുന്നു, അല്ലെങ്കിൽ അന്വേഷണ സംഘം പാലിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരെ പോലും, പോലീസിൽ നിന്ന് പോലും ഈ വിവരം ചോർന്നു പോകരുത് എന്നുള്ള ഒരു കാര്യം പോലീസിനുണ്ടായിരുന്നു. അതിനാൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം, അവിടുത്തെ DYSP മാത്രമാണ് ഉണ്ടായത്. അവിടുത്തെ പോലീസ് ഏറ്റവും ഒടുവിലാണ് ഈ വിഷയം അറിയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണ സംഘം 2 ദിവസം മുൻപ് മുതൽ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. രാഹുൽ അവിടേക്ക് എത്തുമെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചപ്പോൾ മുതൽ TKM ഹോട്ടലിൽ ഉണ്ടായിരുന്നു. ആ TKM ഹോട്ടലിൽ രാഹുൽ പോകുന്ന പരിപാടികളെല്ലാം പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പരാതിയിൽ ആദ്യ പരാതിയിലേതുപോലെ ഏറ്റവും ആദ്യത്തെ പരാതിയിലേതുപോലെ ഗർഭചിത്രം അടക്കമുള്ള ഹോട്ടലിൽ ബന്ധം ചെയ്തു എന്നടക്കമുള്ള കുറ്റങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതീവ ഗൗരവമുള്ള കുറ്റങ്ങളാണ്. ശരി അമൽ, അമലിലേക്ക് ഞാൻ തിരികെ വരാം.